ഹായ്, നമസ്കാരം. സർക്കാർ നോട്ട് നിരോധനം നടത്തിയ സമയത്ത് നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ നോട്ടുകളൊക്കെ കൈകാര്യം ചെയ്ത് നിങ്ങളുടെ സമയം കളയണ്ട, കൈയൊന്നും വൃത്തികേടാക്കണ്ട, നമുക്ക് ഡിജിറ്റൽ തലത്തിലേക്ക് മാറാം, സർവത്ര ഡിജിറ്റൽ. അങ്ങനെ ജനങ്ങളെ അതിലേക്ക് പ്രോത്സാഹിപ്പിച്ചു, പ്രേരിപ്പിച്ചു. സൗജന്യമല്ലേന്ന്, നിങ്ങളുടെ ഫോൺ എടുക്കുക, കുത്തുക, നിങ്ങൾ സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൈസ ഡിജിറ്റലായി കൊടുക്കുന്നു. അങ്ങനെ UPI മോഡ് സർവ്വവ്യാപിയായി. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, അങ്ങനെ പല പല കമ്പനികളും രംഗത്തേക്ക് വന്നു. വാട്സപ്പ് പേയ്മെന്റ് എല്ലാം വന്നുകൊണ്ടിരുന്നു. നമ്മൾ സർക്കാരിനെ വിശ്വസിച്ച് നമ്മുടെ ക്രയവിക്രയവും വിനിമയവും ഒക്കെ നമ്മൾ ഈ ഡിജിറ്റൽ മോഡിലേക്ക് മാറ്റി. ഇപ്പോൾ നമ്മളൊരു ചായ കുടിച്ചാൽ പോലും അവിടെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അതിന്റെ പൈസ നമ്മൾ നമ്മുടെ ഗൂഗിൾ പേയിലൂടെയോ പേടിഎമ്മിലൂടെയോ ഫോൺ പേയിലൂടെയോ കൊടുക്കുക. കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ ഒരു നിയമം കൊണ്ടുവന്നു, പാസ്സാക്കിയെടുത്തു. നിയമത്തിന്റെ പേരെന്താ അറിയോ? ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെൻഡ്മെന്റ് ബിൽ. തോല എന്നുള്ള ചുരുക്കപ്പേരിലാണ് സർക്കാർ വൃത്തങ്ങൾ ഈ ബില്ലിനെ വ്യാഖ്യാനിക്കുന്നത്. ഈ തോല എന്ന് പറഞ്ഞാൽ നമ്മളെ തൊലയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ്. എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ഡിജിറ്റൽ പേയ്മെന്റിലൂടെ നമ്മൾ നൽകുന്ന തുക കൈപ്പറ്റുന്ന കച്ചവടക്കാർക്ക് ഒരു സർചാർജ് ചുമത്തും. സർചാർജ് ചുമത്തും പറയുമ്പോൾ പൊടുന്നിനെ ചുമത്താൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന തട്ടിപ്പ് എന്ന് വെച്ചാൽ പൊടുന്നിനെ അതിനെക്കുറിച്ച് ഒരു പ്രതിഷേധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനൊരു ബ്ലാങ്കറ്റ് അപ്രൂവൽ മേടിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ചുമത്താം. അപ്പോൾ പാർലമെന്റിന്റെ അനുമതി വാങ്ങി വെച്ചിട്ട് ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ട് നിങ്ങൾക്ക് 2%, 3%, 4%, 5% ചുമത്താം. ഇപ്പോൾ നമ്മളൊരു കടയിൽ നിന്ന് സാധനം മേടിച്ചു, 2000 രൂപയുടെ സാധനം മേടിച്ചു എങ്കിൽ അതിന്റെ 5% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്ര തുകയാണ് കച്ചവടക്കാരന്റെ മേലിൽ ചുമത്താൻ പോയിട്ടുണ്ട്. അപ്പോൾ ഉടനെ സർക്കാർ ഇപ്പം ഒരു ന്യായീകരണമായി വന്നിട്ടുണ്ട്. നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ മറുപടി പറഞ്ഞപ്പം പറഞ്ഞു, ഇതൊന്നും സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമല്ല. എന്താ കാരണം? മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് കച്ചവടക്കാരിൽ നിന്നാണ് വാങ്ങാൻ പോകുന്നത്. വളരെ ലളിതമായ മറുപടി. കച്ചവടക്കാരൻ അങ്ങനെ ഒരു തുക സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ ഉപഭോക്താവിലേക്ക് ആ തുക കൈമാറില്ലേ? അതല്ലേ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത്. അതായത് ഒരാൾക്കൊരു ഭാരം വെച്ച് കഴിഞ്ഞാൽ ആ ഭാരം ഉപഭോക്താവിലേക്ക് മാറ്റും, അല്ലാതെ കച്ചവടക്കാരൻ ആ ഭാരം ഏറ്റെടുക്കാൻ പറ്റുമോ? നോക്കുക, എത്ര തന്ത്രപൂർവം ഒരു അധിക ഭാരം, അധിക നികുതി നമ്മുടെ ജനങ്ങളുടെ മേൽ ഇവർ ചുമത്തുന്നു. ഇനി ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഇത് പ്രാബല്യത്തിൽ വരുത്താം. അങ്ങനെ വരുത്തി കഴിയുമ്പോൾ കച്ചവടക്കാരിൽ നിന്ന് ഈടാക്കുന്ന തുക വീതിക്കും. ആർക്കൊക്കെ പോകുന്നത്? ബാങ്കുകാർക്ക് കിട്ടും. ബാങ്കുകാരല്ലേ തന്നെ ഇപ്പോൾ എന്തെല്ലാം തരത്തിൽ മിനിമം ബാലൻസ് ഇല്ല എന്നുള്ള പേരിൽ എന്തെല്ലാം തരത്തിലാണ് പൈസ നമ്മളിൽ നിന്ന് ഇങ്ങനെ കവർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാങ്കിന് കിട്ടും, ഇടനിലക്കാരായിട്ടുള്ള UPI കമ്പനികൾക്ക്, ഗൂഗിൾ പേയ്ക്കും ഫോൺ പേയ്ക്കും പേടിഎമ്മിനും ഒക്കെ കിട്ടും. അങ്ങനെ പല 3-4 ഭാഗമായിട്ടത് വീതിച്ചെടുക്കും. നോക്കുക, നമ്മളെ കൊണ്ട് ഡിജിറ്റലാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള വഴിത്താര, ഇതാണ് നിങ്ങളുടെ മോചനത്തിനുള്ള മാർഗം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മോഹിപ്പിച്ച് ഈ പറയുന്ന UPI ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് നമ്മളെ ആകർഷിച്ചു. നമ്മളതിൽ കുടുങ്ങി ആ വലയിൽ എത്തി എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ നിർമ്മലാ സീതാരാമൻ മോഡി പുതിയൊരു ഭാരവുമായിട്ട് വരുന്നു. നമ്മുടെ മാധ്യമങ്ങൾ ഇത് ചർച്ചയില്ല. എന്താ കാരണം? ഇതിന്റെ വരും വരായികളെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തിയോ ആർജവോ നമ്മുടെ പൊതുമാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഇല്ലാതെ പോയി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന സാധനം എന്താണ്? ഇപ്പോൾ ചുമത്താൻ വേണ്ടിയല്ല, ആവശ്യമുണ്ടെങ്കിൽ ചുമത്തും എന്ന് വെച്ചാൽ ഒരു ബ്ലാങ്കറ്റ് അപ്രൂവൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇനി പാർലമെന്റിനെ ഒന്നും സമീപിക്കേണ്ട കാര്യമില്ല. നിയമം അങ്ങ് പാസ്സായി എടുത്തു കഴിഞ്ഞ് രാഷ്ട്രപതിയുടെ അനുമതിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഏത് നിമിഷവും വേണമെങ്കിൽ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഈ പറയുന്ന മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ചുമത്തി ഡിജിറ്റൽ മോഡിലുള്ള പേയ്മെന്റിന് ഒരു ഭാരം ഈടാക്കി അത് ബാങ്കുകൾക്കും മറ്റുള്ളവർക്കെല്ലാം വീതിച്ചു കൊടുക്കാനുള്ള അവസരം
സർക്കാരിന് ലഭിക്കും. സർക്കാരിന് വേണമെങ്കിൽ അതിന് കുറച്ച് പൈസ കിട്ടുമായിരിക്കും. സർക്കാരും അതനുസരിച്ച് പ്ലാൻ ചെയ്യുമല്ലോ. നോക്കുക എങ്ങനെയാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില തകർന്ന് താഴേക്ക് പോയാൽ ഒരു ഇളവും നമ്മുടെ ആൾക്കാർക്ക് കിട്ടില്ല. എന്തെങ്കിലും മാർഗം ഉണ്ടാക്കിയിട്ട് അത് സർക്കാർ തന്നെ എടുക്കും. ഇനി വില കൂടിയാലോ അത് നമുക്ക് മേൽ അധിക ഭാരമായിട്ട് വരും. ഇതുപോലുള്ള നിയമനിർമ്മാണങ്ങളാണ് മോഡി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പൊതു സമൂഹം ഇത്തരം നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് കൃത്യവും സ്പഷ്ടവുമായിട്ട് ചർച്ച ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്.